തീർത്ഥാടന കാലത്തും എരുമേലിയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ കാത്തിരിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളാണ്. സീസൺ തുടങ്ങാൻ 2 മാസം മാത്രമുള്ളപ്പോഴും ഇത്തവണയും കാര്യങ്ങൾക്ക് മാറ്റമില്ല. മാസപൂജയ്ക്കെത്തുന്ന തീർത്ഥാടകർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും മതിയായ സൗകര്യങ്ങളില്ല. കഴിഞ്ഞ നാളുകളിൽ എരുമേലിയിലെത്തുന്ന ഭക്തർ നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധി വിശ്രമിക്കാൻ ഇടമില്ല എന്നുള്ളതായിരുന്നു. 2021 ജൂലൈയിൽ 15 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ച വിശ്രമ കേന്ദ്രത്തിന്റെ നിലവിലെ അവസ്ഥ ഇതാണ്. വിശ്രമ കേന്ദ്രത്തിന്റെ 1ാം നില മാത്രമാണ് ഭാഗികമായെങ്കിലും പൂർത്തിയായത്. 4 വർഷം മുമ്പ് ദേവസ്വം മിനിസ്റ്റർ ശ്രീ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത കിഫ്ബിയുടെ പ്രൊജക്റ്റാണ് ഇവിടെ 14.5 കോടി രൂപയുടെ 3 നില ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്നത്. അവിടെ ജീവനക്കാർക്കുള്ള മെസ്സ്, അതുപോലെ തന്നെ തീർത്ഥാടകർക്ക് അവിടെ വിരിവെക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെ ഓഫീസ് സൗകര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്താണുള്ള ബിൽഡിങ്ങാണ് പണിയുന്നത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടായിരിക്കാം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കി ഇവിടെ സൗകര്യം ഒരുക്കുമെന്നും പറഞ്ഞ് തുടങ്ങിയ ആ വർക്ക് ഇപ്പോൾ 4ാമത്തെ സീസൺ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷവും പൂർണ്ണമായ രീതിയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. ദേവസ്വം ബോർഡിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് ചെളിയും പുല്ലും നിറഞ്ഞ അവസ്ഥയിലാണ്. സീസണിന് മുന്നോടിയായി അറ്റകുറ്റപ്പണി നടത്തും. എന്നാൽ ഓഫ് സീസൺ സമയത്തെത്തുന്ന വാഹനയാത്രക്കാർക്ക് ദുരിതം തന്നെ. പേട്ട തുള്ളാൻ പോകുന്ന അയ്യഭക്തന്മാർ ഒരേ സൈഡിൽ കൂടെയാണ് പേട്ട തുള്ളാൻ പോകുന്നതും അതേ സൈഡിൽ കൂടെയാണ് പേട്ട തുള്ളി വരുന്നതും. ആ റോഡിന് അങ്ങേ സൈഡിൽ കൂടെ പോകുന്നത് വാഹനങ്ങളുമാണ്. അപ്പോൾ അയ്യഭക്തന്മാർക്ക് എല്ലാം മതിമറന്ന് പേട്ട തുള്ളാനുള്ള സാഹചര്യം അവർക്ക് ഇന്ന് നിലവിലില്ല. ഇവിടെ ഫയർഫോഴ്സിന് സൗകര്യങ്ങളില്ല. നമ്മുടെ KSRTC സ്റ്റാൻഡ് ഇപ്പോൾ നിലവിൽ കൈവിട്ടു പോകുന്നൊരവസ്ഥയാണ്. അതിനൊരു ബദൽ മാർഗം ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വലിയ അമ്പലത്തിന് സമീപം ശുചിമുറികളുടെയും കുളിമുറികളുടെയും എണ്ണം കുറവായതാണ് മറ്റൊരു ബുദ്ധിമുട്ട്. അമിത വില ഈടാക്കി ഭക്തരെ കച്ചവടക്കാർ ചൂഷണം ചെയ്യുന്നതും പതിവാണ്. ഓരോ സീസണിലും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എരുമേലിയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇവിടെയുള്ള സൗകര്യങ്ങളാകട്ടെ ഏറെ പരിമിതവും. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെയെങ്കിലും ഈ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകട്ടെ. ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.